welcome to my YouTube channel. This is the first ever YouTube vlog. So first of all, happy Christmas and welcome to a kutti Christmas vlog. So in the 23rd December night ഇന്ന് ഞാനും ജോസ്മോനും മിലുവും കൂടി ഇവിടുത്തെ മക്കായിലെ ക്രിസ്മസ് ലൈറ്റ്സ് കാണാനായിട്ട് പുറത്തോട്ട് ഇറങ്ങിയേക്കുവാണ്. ഇവിടെ ഒരു മിഡ് ഒക്ടോബർ ആകുമ്പോഴേക്കും ആൾക്കാർ വീട്ടിൽ ലൈറ്റ്സ് ഒക്കെ ഇട്ട് തുടങ്ങും. അങ്ങനെ ഒരു ക്രിസ്മസ് സോങ് ഒക്കെ കേട്ട് വൈബ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ ലൈറ്റ്സ് കാണാനായിട്ട് പോകുന്നത്. ഇപ്പം നമ്മൾ പോകുന്നത് ഇവിടെ മക്കായ് കൗൺസിലിൽ ക്രിസ്മസ് ലൈറ്റ്സ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. സോ അതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് വീടുകൾ കാണാനായിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ വിചാരിച്ച പോലെ അല്ലായിരുന്നു, അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഹോളിഡേയ്സ് ആയതുകൊണ്ട് തന്നെ പിള്ളേരും പാരൻസും ഒക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് പാർക്കിംഗ് കിട്ടാനും കുറച്ച് പാടായിരുന്നു. എൻ്റെ പൊന്നൊന്നും പറയാനില്ല, ഈ വീട് അടിപൊളിയായിട്ടാണ് ഇവർ ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത്. ലൈറ്റ്സും അതുപോലെ പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ സ്നോമാനും സാന്താക്ലോസൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ആക്ച്വലി കാണാനായിട്ട് ഒരു ഭയങ്കര രസമായിരുന്നു ഇത് ഒരുമിച്ച് കാണാനായിട്ട്. എല്ലാവരും ലൈറ്റൊക്കെ കണ്ട് ആസ്വദിച്ച് നിൽക്കുമ്പോൾ എൻ്റെ മിലുവിൻ്റെ മെയിൻ ഡിസ്കഷൻ ഇവരുടെ ഇലക്ട്രിസിറ്റി ബില്ല് എന്തോരായിരിക്കും, അതുപോലെ തന്നെ ഇവരെങ്ങനെയാണ് ഗാരേജ് ഓപ്പൺ ആക്കി വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നതെന്നൊക്കെയായിരുന്നു ഞങ്ങളുടെ സീരിയസ് ഡിസ്കഷൻ. അങ്ങനെ നമ്മൾ ആ വീടിനോട് ബൈ ബൈ പറഞ്ഞ് ഇവിടെ ഗ്രിഞ്ചിനെ കാണാനായിട്ട് വന്നേക്കുവാണ്. ഈ കാണുന്ന ക്യൂ ആണ് ഗ്രിഞ്ചിനെ കാണാനുള്ള ക്യൂ. നമ്മൾ തമാശയ്ക്ക് ജോസ്മോനും ഞാനും പറയുമായിരുന്നു, നമ്മുടെ നാട്ടിലെ പെരുന്നാളിന് രൂപമുത്താൻ വെക്കുന്ന ക്യൂ പോലെയുണ്ട്. ഈ കാണുന്നതാണ് ഗ്രിഞ്ച്. ഇത് ആക്ച്വലി ഒരു ഫിക്ഷണൽ ക്യാരക്ടറാണ്. ഓൾസോ ചിൽഡ്രൻ ബുക്കായ ഗ്രിഞ്ച് സ്റ്റോൾ ക്രിസ്മസിലെ മെയിൻ ക്യാരക്ടർ കൂടിയാണ്. ഗ്രിഞ്ചിനെ കണ്ട് നമ്മൾ നടക്കുമ്പോഴാണ് ഇവിടെ നമ്മൾ ആർട്ടിഫിഷ്യൽ സ്നോ കണ്ടത്. ഇതായിരുന്നു ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. ഇത് ഭയങ്കര രസമായിരുന്നു ഇതിൽ കളിക്കാനും, അതുപോലെ പിള്ളേർ ഇതിൽ കളിക്കുന്ന കാണാനും നല്ല രസമായിരുന്നു. ഇന്ന് 24 ഡിസംബർ ആണ്, ക്രിസ്മസ് ഈവ്. ഇന്നാണ് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ കൂടി ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. വലിയൊരു പാർട്ടി ഒന്നുമല്ല, ഞങ്ങൾ ആ കൂടി 7 ഫ്രണ്ട്സ് ഉണ്ട്. ഞങ്ങളെല്ലാവരും ജസ്റ്റ് കൂടി ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഒരു ക്വൈറ്റ് ക്രിസ്മസ് പാർട്ടിയാണ് ഈ പ്രാവശ്യം. അങ്ങനെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള റെസിപ്പി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ആക്ച്വലി നമ്മുടെ മാസ്റ്റർ ഷെഫ് ജെയിംസിൻ്റെ സീക്രട്ട് റെസിപ്പിയാണ്. അത് ആക്ച്വലി അടിച്ചു മാറ്റി നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വർക്കാവില്ലെന്ന് നോക്കാം. അങ്ങനെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിലോട്ടേക്ക് വെക്കുകയാണ്. മീൻ വൈൽ മിലി ഇവിടെ വീട് മൊത്തം ഡെക്കറേറ്റ് ചെയ്യുവാണ്, ഒരു ക്രിസ്മസ് ഫീൽ ആൻഡ് വൈബ് വരാനായിട്ട്. ലാസ്റ്റ് ഡേ ഞങ്ങൾ ഷോപ്പിൽ പോയപ്പോൾ കുറച്ച് ക്രിസ്മസ് ഡെക്കറേറ്റീവ് ഐറ്റംസ് ഒക്കെ വാങ്ങിയായിരുന്നു. സോ മിലു ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞങ്ങളൊരു പുൽക്കൂടും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ക്രിബില്ലാതെ എന്ത് ക്രിസ്മസിലെ. സോ അങ്ങനെ 10 മിനിറ്റ്സിൽ ഒരു ഫാസ്റ്റ് ക്രാഫ്റ്റാണ് മിലാന ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് ക്രിയേറ്റിവിറ്റി. പിന്നെ ഈ ക്രിസ്മസ് ട്രീ ഞാൻ ഓൾറെഡി ഒരു 2 വീക്സ് ബിഫോർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ വന്നായിരുന്നു. നമ്മുടെ ചിക്കൻ എടുത്ത് നമ്മൾ ബാർബിക്യൂ ചെയ്തായിരുന്നു. സോ ഇതാണ് ചിക്കനും നമ്മൾ കുറച്ച് പൊട്ടറ്റോയും കൂടിയാണ് ഇട്ടത്. നല്ലൊരു അടിപൊളി സ്മെല്ലായിരുന്നു. ആൻഡ് എല്ലാവരും വന്നപ്പോഴാണ് ഇവിടെ ക്രിസ്മസ് വൈബ് ആക്ച്വലി ശരിക്കും സെറ്റായത്. നമ്മൾ കാരോൾ സോങ്സ് ഒക്കെ വെച്ച് ചില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മിലു ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞായിരുന്നു. ഞങ്ങളവിടെ കുക്കിങ്ങിന് ബിസി ആയിരുന്നപ്പോൾ മിലു ഇവിടെ ഈ ഡൈനിങ് ടേബിൾ എല്ലാം ഒരു ക്രിസ്മസ് തീമിൽ സെറ്റ് ചെയ്തേക്കുവാണ്. ഇത് ആക്ച്വലി നല്ല രസമുണ്ടായിരുന്നു നേരിട്ട് കാണാനായിട്ട്. ആ ലൈറ്റ്സും ആ ഡെക്കോസും എല്ലാം അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ ചെറിയൊരു പ്രാർത്ഥനയും ഒരു ബൈബിൾ വായനയും കഴിഞ്ഞ് നോമ്പ് വിടാനായിട്ട് റെഡി ആയിട്ടിരിക്കുക. അങ്ങനെ ലേഡീസ് ഫസ്റ്റ് എന്ന് പറഞ്ഞ് ഞങ്ങൾ എല്ലാ ഗേൾസും കൂടി കേക്കൊക്കെ കട്ട് ചെയ്ത് ക്രിസ്മസ് സെലിബ്രേഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. ഇതാണ് ക്രിസ്മസ് തല്ല്. നമ്മുടെ നാട്ടിൽ ഓണത്തല്ല് എന്നൊക്കെ പറയുന്ന പോലെ ക്രിസ്മസിന് വിഷ് പറയാനായിട്ട് ഇവരുടെ സ്നേഹപ്രകടനങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ ബാർബിക്യൂവും സാലഡും അതുപോലെ അനക്കയുടെ സ്പെഷ്യൽ സ്റ്റൂവും ബ്രെഡും ആണ്.
ആരുടെ സ്റ്റൂ ആണെങ്കിലും സ്റ്റൂ കൊള്ളാം കേട്ടോ. അതിന് സ്മെല്ല് എനിക്ക് ഇവിടെ അടിച്ചു. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പം ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ പോലും എനിക്ക് അതിൻ്റെ സ്മെല്ലും ആ ടേസ്റ്റും വായിൽ തങ്ങി നിൽക്കുക. ഇനിയാണ് ഫൺ പാർട്ട് സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങളിവിടെ ക്രിസ്മസ് DJ സോങ്സ് ഒക്കെ വെച്ച് തുള്ളുമായിരുന്നു. അതുപോലെ തന്നെ കരോൾ സോങ്സ് ഒക്കെ പാടി കൈ കിട്ടുന്ന സാധനമൊക്കെ വെച്ച് നമ്മളിവിടെ ചില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഒരു ചപ്പാത്തിപ്പലകയാണ് കിട്ടിയേക്കുന്നത്. അത് വെച്ചാണ് നമ്മളിവിടെ പാട്ടൊക്കെ പാടി ചില്ല് ചെയ്തിരിക്കുന്നത്. ഇവിടെ യൂഷ്വലി നമുക്ക് ക്രിസ്മസ് കാരോൾസ് യൂണിറ്റ് വൈസ് 3 days മുൻപ് 21st സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഷിഫ്റ്റ് ആയതുകൊണ്ട് അതിന് പോകാൻ പറ്റിയിരുന്നില്ല. സോ ഞങ്ങളുടേതായ രീതിയിൽ കാരോൾ സോങ്സ് ഒക്കെ പാടി ഇവിടെ അടിച്ചു പൊളിക്കുവാണ്. ആനിന് നൈറ്റ് ഷിഫ്റ്റ് ഉണ്ടായിരുന്നു. സോ അവൾ കുറച്ച് നേരത്തെ പോകായിരുന്നു. ബാക്കി ഞങ്ങൾ എല്ലാവരും ഇവിടെ പാട്ടൊക്കെ പാടി ചില്ല് ചെയ്ത് വൈബ് ചെയ്തിരിക്കുവാണ്. അങ്ങനെ ഈ ക്രിസ്മസ് നൈറ്റ് ഇവിടെ തീരുവാണ്. സോ നാളെ മോർണിംഗ് കാണാം. 25th December ആണ് ക്രിസ്മസ് ഡേ. ആദ്യം തന്നെ ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് പള്ളി പോയായിരുന്നു. ഞാനിവിടെ ഓസ്ട്രേലിയ വന്നിട്ട് മിസ് ചെയ്യുന്നൊരു കാര്യമാണ് നമ്മുടെ ഈസ്റ്ററിൻ്റെയും ക്രിസ്മസിൻ്റെയും പാതിര കുർബാന. ഓർക്കം തോന്നിയ കുർബാനയാണെന്നും അത് കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്ന് നോമ്പ് ഇടുന്നതൊക്കെ ഒരു നൊസ്റ്റ് തന്നെയായിരുന്നു. അങ്ങനെ കുർബാന കഴിഞ്ഞ് ക്രിസ്മസ് വിഷൊക്കെ ചെയ്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അങ്ങനെ പള്ളി കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയപ്പോഴാണ് ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം കണ്ടത്. അത് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതിവിടെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലുള്ളതാണ് സ്ട്രീറ്റ് ലൈബ്രറി. ഇവിടെ ലീവ് എ ബുക്ക് ടേക്ക് എ ബുക്ക് എന്നാണ്. നമുക്ക് ഇവിടുന്ന് ഒരു ബുക്ക് വായിക്കാൻ എടുത്തിട്ട് നമുക്ക് തിരിച്ച് അതിന് പകരമായിട്ട് വേറൊരു ബുക്ക് റീപ്ലേസ് ചെയ്യാം. പിന്നെ വായനശീലം നമുക്കില്ലാത്തതുകൊണ്ട് നമുക്കിതിൻ്റെ ആവശ്യം വന്നിട്ടില്ല ഇതുവരെ. വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് ജോസ്മോൻ ഒരു ആഗ്രഹം എന്തെങ്കിലും സ്വീറ്റ് ആയിട്ട് കഴിക്കണമെന്ന്. സോ പിള്ളേർ എന്തെങ്കിലും ആഗ്രഹം വിചാരിച്ചത് സാധിച്ചു കൊടുക്കണം എന്നാണല്ലോ. അങ്ങനെ ഞങ്ങളിവിടെ IG-യിലോട്ട് വന്നു. ക്രിസ്മസ് പബ്ലിക് ഹോളിഡേ ആയതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക എല്ലാ ഷോപ്സും ക്ലോസ്ഡ് ആണ്. ആകെ IG മാത്രമാണ് 24/7 ഇവിടെ ഓപ്പൺ ആയിട്ടുള്ള ഷോപ്പ്. ഇവിടെ കുറേ മഫിൻസും കപ്പ് കേക്ക്സും ഒക്കെ ഉണ്ടായിരുന്നു. ബട്ട് ദെൻ മിലുവിൻ്റെ ഫേവറേറ്റ് ചോക്ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ ചോക്ലേറ്റ് കേക്കാണ് എടുത്തത്. അങ്ങനെ നമ്മൾ 3 ഐസ്ക്രീമും ഒരു ചോക്ലേറ്റ് കേക്കും പിന്നെ കുറച്ച് വെജീസും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് ഹാപ്പിയായി നമ്മൾ ക്രിസ്മസ് ട്രീയുടെ അവിടേക്ക് പോവാണ്. അവിടെ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് മക്കായ് റിവർ സൈഡിൻ്റെ അടുത്തുള്ള ക്രിസ്മസ് ട്രീ. ഇവിടെ ഒരു mid-November ആകുമ്പോഴേക്കും ഇവർ ഈ ക്രിസ്മസ് ട്രീ ഒക്കെ സെറ്റ് ചെയ്തു. ഇന്ന് ആക്ച്വലി ക്രിസ്മസ് മോർണിംഗ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഭയങ്കര ക്വയറ്റ് ആയിരുന്നു. ഞങ്ങൾ മാത്രമാണ് ആക്ച്വലി ഉണ്ടായിരുന്നത്. ഈ ക്രിസ്മസ് ട്രീക്ക് അത്യാവശ്യം ഹൈറ്റ് ഉണ്ടായിരുന്നു. ആൻഡ് ഇന്ന് ആക്ച്വലി ഭയങ്കര ക്ലൗഡി ആയിരുന്നു. സോ മഴ പെയ്യുന്നതിന് മുൻപ് ഞങ്ങൾ ക്രിസ്മസ് ട്രീയുടെ ഒപ്പം കുറച്ച് ഫോട്ടോസ് എടുത്തായിരുന്നു ഞാനും മിലും. ഇതാണ് ബ്ലൂ വാട്ടർ ക്വായ്. ഇവിടെ ആക്ച്വലി നവംബറൊക്കെ ആകുമ്പോൾ തുടങ്ങി നമ്മുടെ ക്രിസ്മസ് ഫെസ്റ്റീവ് മൂഡ് ഓണാണ്. ഇവിടെ ആക്ച്വലി സ്റ്റോൾസും ഫുഡ് ട്രക്സും തേഴ്സ്ഡേ ആണെങ്കിൽ ഇവിടെ മ്യൂസിക്കൽ ഇവൻറ്റ്സ് ഒക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇന്ന് ആക്ച്വലി ഓപ്പോസിറ്റായിട്ട് ഭയങ്കര ക്വയറ്റാണ് ഈ പ്ലേസ്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയപ്പോഴേക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. ഒരു ആനേനെ തിന്നാനുള്ള വിശപ്പുണ്ടായിരുന്നു. സോ നമ്മൾ ക്രിസ്മസ് ലഞ്ച് റെഡി ആക്കിയായിരുന്നു. ഇന്നത്തെ സ്പെഷ്യൽ നല്ല ചൂട് ചോറും എൻ്റെ സ്പെഷ്യൽ ബീഫ് കറിയും മരിയയുടെ സ്പെഷ്യൽ കോട്ടയം വറ്റിച്ച മീൻ കറിയും സാലഡ് ഉണ്ടായിരുന്നു. അതുപോലെ അനഘയുടെ മുട്ട പൊരിച്ചതും മിലാനയുടെ ക്യാരറ്റ് ആൻഡ് ക്യാബേജ് തോരനുമായിരുന്നു. ഞങ്ങളങ്ങനെ അടിപൊളി ക്രിസ്മസ് ലഞ്ചൊക്കെ കഴിച്ചു. വയറൊക്കെ നിറഞ്ഞു. ആനും ജെയിംസ് ഉണ്ടായിരുന്നില്ല, അവർക്ക് ഷിഫ്റ്റ് ഉണ്ടായിരുന്നു. ബാക്കി ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ എൻ്റെ കുട്ടി ക്രിസ്മസ് വ്ളോഗ് ഇവിടെ അവസാനിക്കുവാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇത് ആക്ച്വലി കുറേ വീഡിയോസൊക്കെ എടുക്കാൻ മറന്നായിരുന്നു. ആൻഡ് കുറേ വീഡിയോസ് എൻ്റെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് പോയായിരുന്നു. സോ എല്ലാം കൂടി മിക്സ് ചെയ്തൊരു ചെറിയൊരു കുട്ടി ക്രിസ്മസ് ആണ്. Hope you guys enjoyed. Hope you guys had a great Christmas and New Year celebration. So see you. Bye.